നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വഴുത്തല ഭാസ്കരൻ അനുസ്മരണ ദിനാചരണവും CPIയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സെമിനാറും തൊടുപുഴയിൽ നടത്തി. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. HRDS ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 25-ന് തൊടുപുഴ EAP ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ഡേ റൺ നടത്തി. തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ കുടുംബ സംഗമം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വേലൂർ ഭാഗത്ത് പന്നി ഫാം പ്രവർത്തിക്കുന്നത് മൂലം പ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. വഴുത്തല ഭാസ്കരൻ അനുസ്മരണ ദിനാചരണവും CPIയുടെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള സെമിനാറും തൊടുപുഴയിൽ നടത്തി. ഇതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് അനുമോദനവും നൽകി. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സമുന്നത നേതാവുമായിരുന്ന വഴുത്തല ഭാസ്കരന്റെ 21ാമത് അനുസ്മരണ ദിനാചരണവും പാർട്ടിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സെമിനാറും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും തൊടുപുഴ ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന മുൻ കൃഷി വകുപ്പ് മന്ത്രിയും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും ശക്തിയും നമുക്കുള്ള കഴിവും സമയവും സ്വകാര്യമായി തനിക്ക് വേണ്ടി ഉപയോഗിക്കാം. സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചവരെ സമൂഹം വിളിച്ച പേരാണ് പൊതുപ്രവർത്തകർ. അതിൽ വഴുത്തല ഭാസ്കരനെ പോലെ ഇന്നുള്ളവർക്ക് എത്രത്തോളം കഴിയുന്നു എന്നത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ന് സത്യത്തിൽ ആ അർത്ഥത്തിൽ പൊതുപ്രവർത്തകരുടെ എണ്ണം വല്ലാതെ കുറയുകയാണ്. സ്വകാര്യ മേഖല വലുതാവുന്നത് മാത്രമല്ല, സ്വകാര്യ സ്വത്ത് കൂടുന്നത് മാത്രമല്ല, പൊതുമേഖല വിൽക്കപ്പെടുന്നത് മാത്രമല്ല, സ്വകാര്യ താല്പര്യങ്ങളുടെ കളിക്കളം മാത്രമായി പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു സൗന്ദര്യമുള്ള കളിക്കളങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ പല മേഖലയിൽ പലതരത്തിൽ നിന്നവരാണെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ, അവരെക്കുറിച്ച് പഠിക്കാൻ, അതുവഴി സ്വയം തിരുത്താൻ പൊതുപ്രവർത്തകരെ പുതിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി ആ പ്രതിസന്ധികളിൽ പ്രതിവിധി കാണാനുള്ള ഒരു മോഹം മനുഷ്യരിൽ സൃഷ്ടിക്കാൻ ഇവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു. KK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. KPCC വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, CPIM ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി, CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, CPI മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, സുനിൽ സെബാസ്റ്റ്യൻ, മുഹമ്മദ് അഫ്സൽ, PP ജോയി എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. HRDS ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 25-ന് തൊടുപുഴ EAP ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PC ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷത വഹിക്കും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ 35 സമരസേനാനികൾക്ക് ഫലകവും ക്യാഷ് അവാർഡുകളും നൽകി ആദരിക്കും.
HRDS ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 25-ന് തൊടുപുഴ EAP ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കും. തൊടുപുഴ EAP ഹാളിൽ രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം BJP ദേശീയ നിർവാഹക സമിതി അംഗം PC ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷത വഹിക്കും. RSS ദക്ഷിണ ക്ഷേത്രീയ വിശേഷാൽ സമ്പർക്ക പ്രമുഖ് A. ജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ 35 സമരസേനാനികൾക്ക് ഫലകവും 5000 രൂപ വീതം ക്യാഷ് അവാർഡുകളും നൽകി ആദരിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മുൻ DGP ജേക്കബ് തോമസ്, ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ തിയാഫിലോസ് കുന്നംപള്ളി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും. തുടർന്ന് സ്നേഹവിരുന്ന്, കവിയരങ്ങ്, ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും. ഏതാണ്ട് 35ഓളം അടിയന്തരാവസ്ഥയുടെ സമര പോരാളികൾ നമ്മുടെ തൊടുപുഴ, ഇടുക്കി ജില്ലയിലാകെ 50ഓളം സമരഭടന്മാരാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് കൂടിയായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. HRDS ഇന്ത്യ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് തൊടുപുഴയിലെ ഈ വിപുലമായ പരിപാടി നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 25-ാം തീയതി 10 മണിക്ക് തൊടുപുഴ EAP ഹാളിൽ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനം BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PC ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാമി അയ്യപ്പദാസ്, ബിജു കൃഷ്ണൻ, PK രവീന്ദ്രനാഥ്, N വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ഡേ റൺ നടത്തി. തൊടുപുഴ ഡിവൈഎസ്പി PK സാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് KM തോമസ് റോണി ദീപശിഖ അന്താരാഷ്ട്ര നീന്തൽ താരം ബേബി വർഗീസിന് കൈമാറി. ലഹരിക്ക് പകരം കായികം എന്ന വിഷയം കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ദിന റൺ സംഘടിപ്പിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിലേക്കാണ് ഒളിമ്പിക് ഡേ റൺ നടത്തിയത്. തൊടുപുഴ ഡിവൈഎസ്പി PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിന്, ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു ദിനാചരണം ലോകമെമ്പാടും ഈ ജൂൺ 23-ന് സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ദിനത്തിൽ ഇത്ര മഹത്തായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ലോകമെമ്പാടും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും സഹകരിച്ചുകൊണ്ടുള്ള ആവേശകരമായ ജൂൺ 23 ഇന്ന് ഒളിമ്പിക് ഡേ റൺ ഇതാ കടന്നു വരികയാണ്. സ്പോർട്സ് കൗൺസിൽ സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒളിമ്പിക് ദിനത്തിന്റെ ഇന്ന് ഒളിമ്പിക് ഡേ റൺ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് KM തോമസ് റോണി ദീപശിഖ അന്താരാഷ്ട്ര നീന്തൽ താരം ബേബി വർഗീസിന് കൈമാറി. മനോജ് കോക്കാട് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ ജോസ് പുത്തൂർ ഒളിമ്പിക് ദിന സന്ദേശം നൽകി. രൂപപ്പെടുന്നൊരു കാലഘട്ടമാണ്. ജൂൺ മാസം 23-ാം തീയതി അന്താരാഷ്ട്ര ഒളിമ്പിക് കൗൺസിൽ ഒളിമ്പിക് കമ്മിറ്റി രൂപപ്പെടുക. അതിൻ്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജൂൺ മാസം 23-ാം തീയതി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട്. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും അല്ലസർ മെഡിക്കൽ കോളേജ്, സ്മിത ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സ്റ്റാഫുകൾ പങ്കെടുത്തു. കൂടാതെ വിമല പബ്ലിക് സ്കൂൾ, സെന്റ് സെബാസ്റ്റ്യൻ ഡീപോൾ പബ്ലിക് സ്കൂൾ, സരസ്വതി വിദ്യാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും വിവിധ അസോസിയേഷനും കൂടി 500-ലധികം പേർ റാലിയിൽ പങ്കെടുത്തു. ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സൈജിൻ സ്റ്റീഫൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഷാജിമോൻ PA, ഡോക്ടർ പ്രിൻസ് K മറ്റം, ശരത് U നായർ, ജിമ്മി മറ്റത്തിപ്പാറ, N രവീന്ദ്രൻ, റഫീഖ് പള്ളത്തുപറമ്പിൽ, മുഹമ്മദ് ബഷീർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, തൊടുപുഴ ട്രാക്ക് സെക്രട്ടറി ശ്രീ ഷാജി, പ്രശാന്ത് കുട്ടപ്പാസ്, ഡോക്ടർ ബോബു ആന്റണി, നിവാസ് AJ, മിനി അഗസ്റ്റിൻ, വിനോദ് വിൻസെന്റ്, അഡ്വക്കേറ്റ് റിജോ ടോമി, ടിംപിൾ വിനോദ്, സുധീർ കുമാർ PR, ഹേജി P ചെറിയാൻ, ഷിജു തോമസ്, ജോയ് ജോസഫ്, ശ്രീവിദ്യ ജയകുമാർ, സുബിൻ, റോയി എന്നിവർ ആശംസകൾ നേർന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ കുടുംബ സംഗമം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ കെ ദീപക്, ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സോണി തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ കുടുംബ സംഗമം തൊടുപുഴയിൽ നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും പൂർണ്ണമായ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ആ ഒരവസ്ഥയിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ കരുതൽ, ഇതുകൊണ്ടൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മേഖലയിൽ ധാരാളം പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവം, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 50 ആളുകളെങ്കിലും ഫോണിലൂടെയും, ഇനി അതല്ലെങ്കിൽ എനിക്ക് 2 ഓഫീസുണ്ട്, ചെറുതോണിയിലും തൊടുപുഴയിലും, വിവിധങ്ങളായ മേഖലയിൽ നിന്നും ആളുകൾ ഈ ഒരു കാര്യത്തിലല്ല പല കാര്യത്തിലും ചികിത്സാ സഹായം തേടി നമ്മുടെ അടുക്കൽ വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളിലൊക്കെ ഞാനും ഇടപെടുന്നുണ്ട്. സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്ന പരമാവധി സൗജന്യങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് ഈ കാര്യത്തിൽ നിതാന്തമായ ഒരു ജാഗ്രത ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ കരുതലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ആണ് എല്ലാത്തിലും ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു തരത്തിലേക്ക് ലിവർ ഫൗണ്ടേഷൻ കേരളയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ ഇടുക്കി ജില്ലയിലും പൂർവാധികം ഭംഗിയായി കൊണ്ടുപോകുന്ന ജില്ലാ ഘടകത്തിലെ മുഴുവൻ ഭാരവാഹികളെയും ഈ അവസരം പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ നിബു ഡൊമിനിക് ക്ലാസ് നയിച്ചു. നഗരസഭാ ചെയർമാൻ കെ ദീപക്, ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സോണി തോമസ്, ഫൗണ്ടേഷൻ ട്രസ്റ്റ് കോർഡിനേറ്റർ മനോജ് കുമാർ എം കെ, സംസ്ഥാന ട്രഷറർ ബാബു കുരുവിള, സംസ്ഥാന സെക്രട്ടറി വിനു വി നായർ, ജോസ് തോമസ് കളരിക്കൽ, ഫൗണ്ടേഷൻ സംസ്ഥാന രക്ഷാധികാരി സത്യമൂർത്തി എസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി പി ബഷീർ, ജില്ലാ ട്രഷറർ രാജേഷ് കെ എ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയിലെ 21, 23 വാർഡുകളിൽപ്പെട്ട കാഞ്ഞിരമറ്റം മുതലിയാർമഠം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടത് മറ്റൊരു മുനിസിപ്പൽ കൗൺസിലറാണെന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് തികച്ചും തെറ്റായ കാര്യമാണെന്ന് കൗൺസിലർമാരായ PG രാജശേഖരൻ, ശ്രീലക്ഷ്മി കെ സുദീപ് എന്നിവർ വ്യക്തമാക്കി. ഈ റോഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം 22 ലക്ഷം രൂപയോളം അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ടാറിംഗ് പൂർത്തീകരിക്കുകയും ഉടൻ തന്നെ ടൈൽ പാകുന്ന ജോലി ആരംഭിക്കുമെന്നും കൗൺസിലർമാർ കൂട്ടിച്ചേർത്തു. തൊടുപുഴ നഗരസഭയിലെ 21, 23 വാർഡുകളിലൂടെ കടന്നുപോകുന്ന മുതലിയാർമഠം റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവായിരുന്നു. പ്രദേശത്തെ 2 വീട്ടുടമസ്ഥർ മതിൽ കെട്ടി അടച്ചത് മൂലമാണ് വെള്ളക്കെട്ടുണ്ടാകുന്നതെന്നും ആരോപണമുണ്ടായിരുന്നു. വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കിയെന്ന രീതിയിൽ പ്രദേശത്തെ മറ്റൊരു കൗൺസിലർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്ററുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് കൗൺസിലർമാരായ ശ്രീലക്ഷ്മി കെ സുദീപ്, PG രാജശേഖരൻ എന്നിവർ ആരോപിച്ചു. പ്രദേശത്തെ പ്രശ്നം വാർഡ് കൗൺസിലർമാരായ തങ്ങൾ സനീഷ് ജോർജ് ചെയർമാനായിരുന്നപ്പോൾ മുതൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് റോഡിന്റെ 400 മീറ്റർ ഭാഗത്തിന്റെ വികസന പ്രവർത്തനം നടത്തുവാൻ മാത്രം 22 ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട്. ടാറിംഗ് പൂർത്തീകരിക്കുകയും ടൈൽ പാകുന്ന ജോലി ഉടനെ ആരംഭിക്കുമെന്നും കൂടാതെ ഓടയുടെ നിർമ്മാണത്തിന് ടെൻഡർ നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ചെയർമാനായ കെ ദീപക് കൂടി വെള്ളക്കെട്ടിന് പരിഹാരം നടക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമായി JCB ഉപയോഗിച്ച് അടഞ്ഞുകിടക്കുന്ന ഭാഗം തുറന്നുവിട്ടിരുന്നു. ഇതേസമയം അവിടെ എത്തിയ മറ്റൊരു കൗൺസിലർ ഫോട്ടോ എടുക്കുകയും വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തിയത് അദ്ദേഹമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നുവെന്നും കൗൺസിലറായ PG രാജശേഖരൻ പറഞ്ഞു. ഏകദേശം 7 ലക്ഷം രൂപയുടെ ടാറിങ് പൂർത്തീകരിച്ചു. അതുകൂടാതെ 10 ലക്ഷം രൂപയുടെ ടൈലിടുന്ന വർക്ക് ടെൻഡർ ചെയ്യുകയും അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ച് ഏതാനും ദിവസങ്ങൾക്കകം ടൈൽ വർക്ക് ആരംഭിക്കാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 6 ലക്ഷം രൂപ ഈ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് വെച്ച് അതിന് DPC അംഗീകാരം കിട്ടുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഏകദേശം 400 മീറ്റർ ദൂരത്തിലുള്ള റോഡിന് വേണ്ടി 22 ലക്ഷം രൂപ തൊടുപുഴ നഗരസഭയിൽ ചെലവഴിച്ച ഏക റോഡ് തൊടുപുഴ മുതലിയാർമഠം റോഡാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചില ആളുകൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നതായിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലുമൊക്കെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടത്
ഭാരതീയ ജനതാ പാർട്ടിയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കിയ കൗൺസിലറാണ് എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തൊടുപുഴ നഗരസഭയിലെ എല്ലാ വാർഡുകളിലേക്കും 87,000 രൂപ വെച്ച് സാനിറ്റേഷൻ ഫണ്ട് ഉണ്ട്. അത് ഓരോ വാർഡിലെയും ഓടകൾ ക്ലീൻ ചെയ്യുവാനും വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയും ഏകദേശം എൻ്റെ വാർഡിലെ കുറേ വർക്കുകൾ തീർന്നു. ഇനി ഉണ്ടായിരുന്ന ഒരു വർക്ക് തീരാനുണ്ടായിരുന്നു, മുതലിയാർപടം റോഡിലെ വെള്ളക്കെട്ടിനായിരുന്നു. അത് ചെയർമാനും കൂടെ ഇടപെട്ടുകൊണ്ട് ചെയർമാനെ അതിനകത്ത് ബന്ധപ്പെടുത്തി ചെയ്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ള അറിയാവുന്നതുകൊണ്ട് ഞാനും ശ്രീലക്ഷ്മിയും ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാൻ അവിടെ വരികയും സ്ഥലം സന്ദർശിച്ച്, ഇതിനു മുമ്പ് ചെയർമാനായിരുന്ന സനീഷ് ജോർജും അവിടെ വന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഈ ഒപ്പം ദീപക് ചെയർമാൻ അവിടെ വരികയും അതിന് പരിഹാരം കാണാം എന്ന് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു. ഇന്ന് വൈകുന്നേരം JCB ഉപയോഗിച്ച് നമുക്കത് തുറന്നു വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി നോക്കി നിന്നില്ല എന്നുള്ളൊരു കുഴപ്പമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായുള്ളൂ. പക്ഷേ ആ വർക്ക് അവിടെ നടക്കുന്നത് കണ്ടുകൊണ്ട് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ, പുറത്താക്കിയ കൗൺസിലർ അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുത്ത് ഞാനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി എന്നുള്ള രീതിയിൽ, ഞാനാണ് കാരണമാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മുൻപും ഇതേ കൗൺസിലർ ഇത്തരത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ടെന്ന് ശ്രീലക്ഷ്മി K. സുദീപ് പറഞ്ഞു. മറ്റു വാർഡുകളിൽ നടക്കുന്ന വർക്കുകളിൽ വന്ന് ഇടപെട്ട് തങ്ങൾ ചെയ്തതാണെന്ന രീതിയിൽ നാട്ടുകാരിലേക്ക് തെറ്റിദ്ധാരണ പടർത്തുന്ന ഈ പ്രവൃത്തി നിർത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം എഫേർട്ട് എടുത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എമൗണ്ട് മുഴുവൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ റോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഈ ഒരു ഓട താൽക്കാലികമായിട്ട് തുറന്ന സമയത്ത് വന്ന് നോക്കി നിന്ന് മേൽനോട്ടം വഹിച്ച് തങ്ങളാണിത് ചെയ്തത് എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള വർക്കുകൾ ഉള്ളതാണ്. അതുകൊണ്ട് മറ്റു വാർഡുകളിൽ നടക്കുന്ന വർക്കുകളിൽ വന്ന് ഇടപെട്ട് തങ്ങൾ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ നാട്ടുകാരിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും നിർത്തേണ്ടത് തന്നെയാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിപ്പ് ലംഘിച്ചു എന്ന പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കൗൺസിലർക്ക് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. നഗരസഭാ കൗൺസിലിലും പാർട്ടിയിലും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വേളൂർ ഭാഗത്ത് പന്നി ഫാം പ്രവർത്തിക്കുന്നത് മൂലം പ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ. പന്നി ഫാമിന്റെ മറവിൽ എറണാകുളത്ത് നിന്നും ഹോട്ടൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ രീതിയിൽ ഇവിടെ പന്നി ഫാമുകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പന്നി ഫാം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പന്നി ഫാം എന്നുള്ള പേരിൽ എറണാകുളത്ത് നിന്നും അതുപോലെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള നഗരപ്രദേശങ്ങളിൽ വരുന്ന മുഴുവൻ ഹോട്ടൽ മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവരികയും അതിവിടെ ഡംപ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. തൊട്ടടുത്തോടെ ഒഴുകുന്നത് വേളൂരാറ്റിലേക്ക് പോകുന്ന ഒരു തോടാണ്. ഈ തോട്ടിലേക്കാണ് ഈ പറയുന്ന മുഴുവൻ മാലിന്യങ്ങളും ഈ ഒഴുക്കുന്നത്. ഈ തോടിനോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിൽ മുഴുവൻ ഇതുകൊണ്ടുള്ള ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഒരു ഫാമിന് കഴിഞ്ഞ ദിവസം ഈ സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി ഒപ്പ് ശേഖരിച്ച് പരാതി കൊടുത്തതിന് പ്രകാരം പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്ന് പറയുന്നു. കഴിഞ്ഞ 15 ദിവസം മുമ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥാപനവും ഇന്നിവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സമൂഹത്തിലുള്ള ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ സംവിധാനവും കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനൊരു ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം ഈ പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നതിന്. ആ ചെക്ക് പോസ്റ്റ് തുറന്നു കൊടുക്കുന്നത് ഫോറസ്റ്റ് ഓഫീസർമാരാണ്. ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന വണ്ടി ഫോറസ്റ്റിനുള്ളിലേക്ക് കടത്തിവിടാതിരിക്കേണ്ട ആളുകൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. ഇത് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരാളുകളുടെ പ്രശ്നമാണ്. ഇതിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ എല്ലാ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. പ്രദേശത്ത് വന്യമൃഗശല്യം മൂലവും താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ പന്നി ഫാം പ്രവർത്തനം മൂലം ജീവിതം ദുസ്സഹമാകുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വെച്ച് ജീവിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് വാടകയ്ക്ക് മാറി താമസിക്കുകയാണ്. കാരണം മലിനജലം മുഴുവൻ തോട്ടിൽ കൂടി ഒഴുക്കുകയും ആ തോട്ടിലെ വെള്ളം തൊട്ടടുത്ത് ചേർന്നാണ് കിണറ് തോടിൻ്റെ. ആ തോട്ടിൽ നിന്ന് കിണറ്റിലേക്ക് ഒലിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മണം കാരണം ഭക്ഷണം കഴിക്കാതെ വാതിലടച്ചിട്ടിരുന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടുന്ന് താമസം മാറി നാട്ടിൽ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. മണം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ 6000 രൂപ 7000 രൂപ ഒരു ദിവസം ഇതുകൊണ്ട് കറണ്ട് കാശും വാടകയൊക്കെ കൂടെ വരും. ആ വാടക ഈ പന്നി ഫാമിൻ്റെ ഒരു ഒറ്റ കാരണങ്ങളോണ്ടാണ് വാടക കൊടുത്ത് എനിക്ക് അവിടെ താമസം പറഞ്ഞത്. കാരണം ഇവരുടെ ഫാമുകാരോട് കേസ് പറയാനോ
പരാതി കൊണ്ട് പോയി അവരിൽ നിന്ന് നമുക്ക് രക്ഷമാണ്. അവർ സംഘമായിട്ടാണ് 1, 2, 3 വണ്ടിയാണ് വരുന്നത്. പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവർ ആളെ കാണുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇതിന് വരും. കാരണം നമ്മൾ അകലെ മാറി നിന്നില്ല നമ്മൾ തെളിയും തെറിപ്പിച്ചൊക്കെ പോയാലും അതിൻ്റെ ദുരിതഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് വല്ലപ്പോഴും ഇപ്പോൾ നിലവിലൊരു 52-55 പേർക്ക് സ്ഥലമുണ്ട്. അവർ സ്വന്തം പറമ്പിൽ പോയി നോക്കാൻ വരെ അവർ വരില്ല. അതിനകത്തെ വേസ്റ്റ് ചവിട്ടി ഈ പറമ്പിൽ കൂടെ ഒഴുകണ വേസ്റ്റ് നെൽപ്പാടം നികത്തിയാണ് ഇവിടെ പന്നി ഫാം, ഉറവക്കണ്ടത്തിൽ പന്നി ഫാം ഉണ്ടാക്കിയപ്പോൾ മഴ പെയ്തെല്ലാം തോട് മെത്തി ഈ പാടത്ത് കയറി അത് തുടർച്ചയായിട്ട് ഒഴുകി എല്ലാ ആൾക്കാരുടെ പറമ്പിൽ കൂടി ഇതിങ്ങനെ ഒഴുകുകയാണ്. സ്വന്തം പറമ്പിൽ നോക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ജീവിത സാഹചര്യം. മുഴുവൻ കൃഷിഭവനുകളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ പറഞ്ഞു. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KATSA ജില്ലാ പ്രസിഡന്റ് KA ബുഷ്ര അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ മുഴുവൻ കൃഷിഭവനുകളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്നും കൃഷി വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കൃഷി അസിസ്റ്റന്റുമാരുടെ പേര് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ അഭിപ്രായപ്പെട്ടു. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിരുന്ന P. ഹരീന്ദ്രനാഥിനും ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റി അംഗം EK ലീലയ്ക്കും VR ബീനാമോൾ എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടത്തിയ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ ആകർഷകത ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ ആളുകൾക്ക് ഇതിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകളെ പോലും അല്ലെങ്കിൽ ആകർഷകതയെ പോലും ഇല്ലായ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ നടപ്പിൽ വരികയും അതിനെല്ലാം ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി നമ്മൾ നിർബന്ധിതമാവുകയും ചെയ്തത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഗവൺമെന്റുമായി ഇപ്പോഴും നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിന്റെ കാലഘട്ടം. KATSA ജില്ലാ പ്രസിഡന്റ് KA ബുഷ്ര അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SKM ബഷീർ, KV സാജൻ, ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, പ്രസിഡന്റ് KS രാകേഷ്, സെക്രട്ടേറിയറ്റ് അംഗം MS ശ്രീകുമാർ, കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VK ജിൻസ്, സംസ്ഥാന കൌൺസിൽ അംഗം PT വിനോദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MR രതീഷ് സ്വാഗതവും CS രജനി നന്ദിയും പറഞ്ഞു. യാത്രയെ പേറ്റുവാങ്ങിയ P. ഹരീന്ദ്രനാഥും EK ലീലയും മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സുവർണ ജൂബിലി നിറവിൽ മുട്ടത്തെ കാനാപ്പുറം സ്റ്റോഴ്സ്. മുട്ടത്തെ ആദ്യകാല വ്യാപാരിയും വ്യാപാരി വ്യവസായി ഇടുക്കി ജില്ലാ കൌൺസിൽ അംഗവുമായ പരീത് കാനാപ്പുറത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇത്. 26-ന് കാനാപ്പുറം സ്റ്റോഴ്സിന്റെ 50-ാം വാർഷികാഘോഷം വിപുലമായ ചടങ്ങുകളോടെ നടത്തും. പഴമയുടെ പൊരുൾ അറിഞ്ഞ 50 വർഷം. മുട്ടത്തെ ആദ്യകാല വ്യവസായി പീരുവണ്ണൻ എന്ന വ്യാപാരി വ്യവസായി ഇടുക്കി ജില്ലാ കൌൺസിൽ അംഗം പരീത് കാനാപ്പുറത്തിന്റെ കാനാപ്പുറം സ്റ്റോഴ്സ് 50-ാം വാർഷികം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു. ആലുവയ്ക്ക് സമീപം ചേലക്കുളം എന്ന സ്ഥലത്ത് 1948-ൽ കാനപ്പുറത്ത് അബ്ദുൾ റഹ്മാൻ സെയ്തുമ്മ ദമ്പതികളുടെ ഏക മകനായാണ് പരീത് കാനാപ്പുറം ജനിക്കുന്നത്. പിതാവിന്റെ കച്ചവടം മുട്ടത്തായതിനാൽ 1949-ൽ കുടുംബം മുട്ടത്ത് താമസമാക്കി. 1975-ൽ പരീത് സ്വന്തമായി വ്യാപാരം തുടങ്ങി. 1980-81 കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന മാരിയിൽ കൃഷ്ണൻ നായരോടൊപ്പം ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അങ്ങനെ ജില്ലാ കൌൺസിലിൽ എത്തുകയും ആ പദവിയിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. നാട്ടിലെ സാംസ്കാരിക പരിപാടികളിൽ നിറസാന്നിധ്യമാണ് പരീത്. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ്, ജമാഅത്ത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, മുട്ടം ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ്, സ്കൂൾ PTA മെമ്പർ, KVVS തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഭാര്യ കൗസ പരീത്, സിനില KP, അമീർ ഖാൻ KP, അഖില ബീഗം, അൻസി ബീഗം എന്നിവരാണ് മക്കൾ. മരുമകൾ ഷബാന, സിവിൽ സപ്ലൈസ്, മേലുകാവ്. കാനാപ്പുറം സ്റ്റോഴ്സിന്റെ 50-ാം വാർഷികാഘോഷം 26-ന് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. ശ്രീ KA പരീത് കാനാപ്പുറം കഴിഞ്ഞ 50 വർഷത്തിന് മേളിലായി ഒരു ഗ്രാമീണ മേഖലയായിരുന്ന ഈ മുട്ടം പഞ്ചായത്തിൽ ഒരു ബിസിനസ്സുകാരനായി രംഗപ്രവേശനം ചെയ്ത് അദ്ദേഹം ഇന്ന് നാടിൻ്റെ നാനാമുഖമായ കാര്യങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിൽ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞ 50 വർഷക്കാലത്തെ ഒരു വലിയ സേവനം മുട്ടത്തിന് വേണ്ടി അതായത് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനെൻ്റെ വളരെ ചെറുപ്പം നാൾ മുതൽ ഞാൻ ഒരു കുഞ്ഞ് ചായക്കടക്കാരനായിരുന്നു. എൻ്റെ അപ്പൻ ഒരു കുഞ്ഞ് ചായക്കടക്കാരനായിരുന്നു. അന്നു മുതൽ ഉള്ള ആ ഒരു ബന്ധവും പരിചയവും വർഷങ്ങളായി നിലനിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു അഭിമാനകരമായ കാര്യങ്ങളായി. ഈ നിമിഷം വരെ ഒരാളോട് പിണങ്ങാനോ
അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാനോ കാണാപ്പുറത്തിനെ സംബന്ധിച്ച് സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. കാരണം യാതൊരു കറപ്ഷനുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് വ്യാപാരി വ്യവസായികളിലൂടെ രംഗപ്രവേശനം ചെയ്ത് വളരെ നേട്ടങ്ങൾക്ക് വേണ്ടി കുട്ടത്തിലെ നിരവധിയായ വിഷയങ്ങളിൽ ഇടപെടുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്ത ശ്രീ കാനാപ്രത്തന് 50 വർഷം പൂർത്തീകരിക്കുന്ന ഈ ദിനത്തിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുട്ടം. കിസാൻ സർവീസ് സൊസൈറ്റി വെള്ളിയാമറ്റം യൂണിറ്റിൽ നിന്നും തായ്ലൻഡിലെ കാർഷിക സർവകലാശാല സന്ദർശിക്കുവാൻ പോകുന്ന യൂണിറ്റ് ജനറൽ സെക്രട്ടറി സിജോ മാത്യുവിന് യാത്രയയപ്പ് നൽകി. യൂണിറ്റ് പ്രസിഡന്റ് മാത്യു കോട്ടൂർ, വൈസ് പ്രസിഡന്റ് ഷാലറ്റ് പഴയിടം, ട്രഷറർ ജോർജ് കുട്ടി കിഴക്കേക്കര, ജോസി കൈതപ്പറമ്പിൽ, MK സുമേധൻ, സിബി കെ ജോൺ, ബെന്നി വെട്ടിമറ്റം, ജോയി കുറ്റ്യാത്ത്, സോമിച്ചൻ പുഞ്ചാത്താഴത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിജോ കലന്താനി തയ്യാറാക്കിയ KSS പ്രാർത്ഥന ദേശഭക്തി ഗാനം, സ്വർഗരാജ്യം സ്വപ്നരാജ്യം, വെള്ളിയാമറ്റം പഞ്ചായത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി രചിച്ച ഗാനമായ വരിക വരിക തൊടുപുഴ വെള്ളിയാമറ്റം എന്നിവയുടെ പ്രകാശനവും തായ്ലൻഡിൽ നടക്കും. DYFIയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വള്ളിപ്പാറ വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ടെസി സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറി ആൽവിൻ വടശ്ശേരി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് അബിൻ ജോർജ് സ്വാഗതവും അദാസ് മാത്യു നന്ദിയും രേഖപ്പെടുത്തി. മുട്ടം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മുൻ മെമ്പർ PS സതീഷ്, രാധാമണി സോമൻ, അലക്സ് തോമസ്, ജയരാജ് മരുതും കല്ലാൽ, EN ചന്ദ്രബോസ് തുടങ്ങിയ പൗരപ്രമുഖർ പങ്കെടുത്തു. ഒരു അത്യാവശ്യമായ ഒരു മഴക്കാലത്ത് ഈ സമയത്ത് തന്നെ ഇത് പണി നടത്തിയ നിങ്ങൾക്ക് എല്ലാവിധ ഗ്രാമസഭയിലൊക്കെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ വെയിറ്റിംഗ് പണിയുക എന്നുള്ളത്. എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് ഇന്നത് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെ എല്ലാവിധ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഈ വെയിറ്റ് ഷെഡ് നിർമ്മാണവുമായി ബന്ധിപ്പിച്ച് നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പൈസയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടുന്ന് നമ്മുടെ വിചാരണ കൊണ്ടുള്ള അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് ചെയ്തൊരു സ്ഥിതിയുണ്ടായി. അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് കുറച്ച് കാര്യങ്ങളെല്ലാം അരച്ചേർന്ന കൂട്ടായി അംഗീകരണം ആളുകൾ അതായത് അതിന് അങ്ങനെ സ്ഥിതിയുണ്ടായി. ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇന്നലെ അരച്ചേർന്ന് സ്ഥിതിയുണ്ടായി. MFL എന്ന് പറഞ്ഞൊരു ജീവിതം മുപ്പത്തി നടക്കുന്നുണ്ട്. ആ ജീവിതം സ്റ്റാഫിനാണ്. അതുകൊണ്ട് പുള്ളി 2 കളിയുണ്ട് എന്നും പറഞ്ഞ് വരാനുള്ള സ്ഥിതിയിൽ താമസിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നാട്ടിലെ മുഴുവൻ ആളുകളും കൂടി ചേർന്നുകൊണ്ട് ഒരു എന്താ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പൊളിഞ്ഞൊരു കേസിലേക്ക് മാറ്റി ഒഴിവാക്കാൻ ഉണ്ടായ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം എന്നൊരു ഉദാഹരണം കൂടിയായി വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ എല്ലാം സഹായത്തോടെ ഈ നാട്ടിലുള്ള ഒരു കൂട്ടം നല്ല മനസ്സുള്ള ആളുകളെല്ലാം സഹകരിച്ച് അതിനൊരു ഫണ്ട് കണ്ടെത്തി നിലവിലുണ്ടായിരുന്ന ആ വെയിറ്റ് ഷെഡ് വളരെ മെച്ചപ്പെടുത്തി ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം ഇവിടെ വന്ന് ബസ് കയറുന്നതിന് കാത്തിരിക്കാനും എല്ലാം ഉതകുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് ഷെഡ് പണി പൂർത്തീകരിച്ച ഈ നാട്ടിലെ നല്ലവരായ ഈ ചെറുപ്പക്കാരോട് നല്ല അഭിനന്ദനം അറിയിക്കുകയാണ്. ഇടുക്കി ജില്ലാ ഇൻഡസ്ട്രിയൽ മസ്ദൂർ സംഘം ജില്ലാ വാർഷിക സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലാ ഇൻഡസ്ട്രിയൽ മസ്ദൂർ സംഘം വാർഷിക സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ഈ അവകാശങ്ങൾ ചോദിക്കുന്നത് അത്ര ശരിയല്ല എന്നുള്ള ഒരു ചെറിയ ധാരണ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു യൂണിയൻ ആരംഭിക്കാൻ പോകുമ്പോൾ യൂണിയൻ ആരംഭിച്ചതിന് ശേഷം അവിടെ അതിന്റെ മുമ്പിൽ ഒരു ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നാളെ ഇവിടെ ഒരു പണിമുടക്ക് സമരം പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ആ പണിമുടക്ക് നടത്തുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത കുറ്റബോധം
ആളുകളുടെ ഉള്ളിലുണ്ട്. അത് വളർന്ന് ഇപ്പോ ആ കുറ്റബോധം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് വളർന്നു വന്ന് ഇപ്പോ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യാനുള്ള പരിസ്ഥിതി ഇല്ല. ആ പരിസ്ഥിതിയിൽ കേരളത്തിന്റെ റാങ്ക് എത്രയാണ്, ഗുജറാത്തിന്റെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ മധ്യപ്രദേശിന്റെ റാങ്ക് എത്രയാണ്? അപ്പോൾ നമ്മുടെ റാങ്ക് വളരെ പുറകിലാണ്. കാരണം എന്താണ്? കാരണം ഇവിടെ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു നരേറ്റീവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് MP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KC സനീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം B വിജയൻ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി C രാജേഷ്, ജില്ലാ സമിതി അംഗം സുകുമാർ S മേനോൻ, യൂണിയൻ ട്രഷറർ വിനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളായി K സിനീഷ് കുമാർ പ്രസിഡന്റ്, C രാജേഷ് ജനറൽ സെക്രട്ടറി, MP പ്രശാന്ത് ട്രഷറർ എന്നിവരടങ്ങുന്ന 15 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം ജോ അഗസ്റ്റിൻ സംസ്ഥാന സമ്മേളന സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് SN സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം ജോണി ജോർജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU അറക്കുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ നടത്തി. അറക്കുളം 12-ാം മൈൽ ജയ്ഹിന്ദ് ലൈബ്രറി ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് SN സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ KSSPU ജില്ലാ കമ്മിറ്റി അംഗം ജോ അഗസ്റ്റിൻ സംസ്ഥാന സമ്മേളന സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം കേന്ദ്ര ജീവനക്കാർക്ക് വരാൻ പോവുകയാണ്. 8ാം ശമ്പള പരിഷ്കരണം അതിനകത്ത് വളരെ വ്യക്തമായ ഒരു ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നു, ഒരു ക്ലോസായിട്ട് പറഞ്ഞിരിക്കുന്നു, പെൻഷൻ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുന്നതിൽ പരിഗണിക്കേണ്ടത് 2026 ജനുവരി 1-ന് ശേഷം തിരിയുന്നവരെ മാത്രമായിരിക്കുന്നു. അതിനു മുമ്പ് തിരിഞ്ഞവർക്കൊന്നും ഈ പെൻഷന്റെ അല്ലെങ്കിൽ ഒരു ആനുകൂല്യങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അതാണ് ഇതിന്റെ അർത്ഥം. വരാൻ പോകുന്ന വർഷം പുതുവർഷത്തിന് 1-ാം തീയതി തൊട്ട് അടുത്ത കൊല്ലം തൊട്ട് തിരിയുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ പെൻഷൻ റിവിഷൻ അപേക്ഷിതമായിട്ടുള്ളൂ, സംഗതമായിട്ടുള്ളൂ. അപ്പൊ അതിന് മുമ്പ് തിരിഞ്ഞവർ ഇപ്പൊ നിലവിലുള്ള പെൻഷനൊന്നും ഇനി ഈ ഡിസംബർ 31 എത്രയോ. സംസ്ഥാന സമ്മേളന നടപടിക്രമങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ജേക്കബ് മത്തായി വിശദീകരിച്ചു. യൂണിറ്റ് അംഗങ്ങളായ PR പുഷ്പവല്ലി, കൊച്ചുറാണി എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. നവാഗതയായ KN ഉഷയ്ക്ക് KSSPUവിന് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. നേത്രദാന മഹാദാനം എന്ന പ്രഖ്യാപിത കർമ്മ പരിപാടിയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് സംഘടനയുടെ ജില്ലാ കൗൺസിൽ അംഗം ജോണി ജോർജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് സെക്രട്ടറി MK ശിവൻകുട്ടി സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി C വിനോബ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR പുഷ്പവല്ലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴുത്തല ഭാസ്കരൻ അനുസ്മരണ ദിനാചരണവും CPIയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സെമിനാറും തൊടുപുഴയിൽ നടത്തി. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. HRDS ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 25-ന് തൊടുപുഴ EAP ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ഡേ റൺ നടത്തി. തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ കുടുംബ സംഗമം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വേലൂർ ഭാഗത്ത് പന്നി ഫാം പ്രവർത്തിക്കുന്നത് മൂലം പ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.